ഹലോ ഗൈസ്, നമുക്കിന്ന് മുന്തിരി വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്രിസ്മസൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പം എല്ലാവർക്കും അതേപ്പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പം ഞാൻ വൈൻ ഇടുന്നത് നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ ചാനലിൻ്റെ പേര് സൂപ്പർ സിമി എന്നാണ്. മറക്കാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് കൊടുത്തിട്ട് ബെല്ല് കൊടുത്തിട്ട് ഓൾ കൊടുക്കുക. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദി. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വായോ, മുന്തിരി വൈൻ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. വായോ. നമുക്കാദ്യം വൈൻ ഇടാനുള്ള ഭരണി കഴുകി റെഡിയാക്കി എടുക്കാം. ഇത് ഈ ഭരണി നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജലാംശം ഉണ്ടെങ്കിൽ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കാം. എത്ര മുന്തിരി ഇടണോ അത്രയും പൊക്കവും വേണം, ഗ്യാപ്പ് കാലിയായിട്ട് കിടക്കുകയും വേണം ഇതിൽ. അല്ലാന്നുണ്ടെങ്കിൽ മുന്തിരി കുറേ കഴിയുമ്പോൾ അലുത്തലുത്ത് ഉള്ളിലുള്ള ഇതെല്ലാം പോയി തൊണ്ട് മാത്രമായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പം അത് ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഇതിൽ ഉണ്ടാവണം. അപ്പം ഒരു 3/4 ഭാഗത്തോളം നിറച്ചാലും കുഴപ്പമില്ല കേട്ടോ. പകുതിയാണെങ്കിൽ നമുക്ക് ഒട്ടും പേടിക്കണ്ട. ഒരു 3/4 ഭാഗമാണെങ്കിലും ഡെയിലി ഇളക്കുമ്പോൾ അത് അങ്ങാടി പോകും. പിന്നെ പൊങ്ങി വരുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് കുറച്ച് ഫുള്ളായിട്ട് നിറയ്ക്കരുത്. നിറച്ചാൽ അത് കവിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പം വെയിലില്ലാത്ത ടൈമിലാണ് ഇത് മുന്തിരി വൈൻ കെട്ടാൻ ഇടുന്നതെങ്കിൽ നമ്മളത് എന്താ കുഞ്ഞി, എന്താണ് വേണ്ടത് കുഞ്ഞിക്ക്? ഞാനിത് പറഞ്ഞു കൊടുക്കട്ടെ. അവിടെ പോയി ചാഞ്ചിക്കോ, കുഞ്ഞിയുടെ ബെഡിൽ ചാഞ്ചിക്കോ. അപ്പൊ ഞാനെന്താ പറഞ്ഞത്? വെയിലില്ലാത്ത ടൈമിലാണ് നമ്മളിത് വൈൻ ഇടുന്നതെങ്കിൽ നമ്മളിതിൽ ചൂടുവെള്ളം കൊണ്ട് കഴുകി നന്നായിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയെടുത്ത ശേഷം അത്യാവശ്യം തിളപ്പിച്ച വെള്ളത്തോടു കൂടിയല്ല, കുറച്ച് ചൂടോടുകൂടിയുള്ള വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ എല്ലാ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോക്കുള്ളൂ. അങ്ങനെ അത് ചൂടുവെള്ളം കൊണ്ട് കഴുകി എടുക്കാം കേട്ടോ. ഇപ്പോൾ വെയിലുള്ള സമയമായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിത് കഴുകി ഉണക്കിയെടുക്കാം. ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയാലും പ്രശ്നമില്ല. ഇപ്പോഴാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകിയ ശേഷം ഉണക്കാൻ വെച്ചാലും നല്ലതാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വെയിലിന് അധികം ചൂടില്ലാത്തതാണ്. ഒന്ന് ചെറുതായി ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കി ഒഴിച്ചേക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേടായിപ്പോയാൽ മൊത്തം വേസ്റ്റ് അല്ലേ നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായി ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയേക്കാം. നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 2-3 കുപ്പിയൊക്കെ കിട്ടി നമുക്ക് ഗ്യാസ്, ക്ഷീണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അരിഷ്ടം കഴിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ എഫക്റ്റ്. അല്ലാതെ ചില ആളുകൾ പറയും ലഹരിയാണെന്ന് പറയും. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. എന്താണെന്ന് വെച്ചാൽ മോശമാക്കി പറയാൻ ഉദ്ദേശിച്ച ആളുകൾ അത് മോശമാക്കി പറയും. അങ്ങനെ തന്നെയാണ്. അതിലും വലിയ മോശം ചെയ്യുന്ന ആളുകളായിരിക്കും ആ മോശമായിട്ട് പറയണത്. അപ്പം നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ലഹരിയാണ്, സംഗീതം ഒരു ലഹരിയാണ്. നമുക്ക് എന്ത് ഇഷ്ടമാണോ അതെല്ലാം നമ്മൾക്ക് ലഹരിയാണ്. അപ്പം അല്ലാണ്ട് ഇത് വൈൻ ലഹരിയാണ് എന്ന് പറഞ്ഞ് മോശമാക്കി ചില ആളുകൾ പറഞ്ഞ് ചിത്രീകരിക്കും. ഇതൊരു ശരീരത്തിന് ഗുണമുള്ളൊരു സാധനമാണ്. അല്ലാതെ ലഹരി എന്ന് പറയുന്ന വേറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ കുഞ്ഞു സാധനങ്ങളെ മോശമാക്കി
പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇത് മനുഷ്യർക്ക് ശരീരത്തിന് നല്ല ഗുണമുള്ള സാധനമാണ്. അത് നമ്മൾ ആർക്കും ദോഷമായ രീതിയിൽ ഉപയോഗിക്കുന്നതല്ല. ഇതുകൊണ്ട് ഒരു ദോഷവും ഇല്ലാത്ത സാധനമാണ്, ശരീരത്തിന് നല്ലതാണ്. കുട്ടികൾക്ക് വായിൽ അക്കാരം പോലെ ഉള്ള അസുഖം, കുഞ്ഞു കൊച്ചുങ്ങൾക്കൊക്കെ നമ്മൾ വൈൻ നാവിലിട്ട് കൊടുക്കും. കുടല് വരെയുള്ള ആ അക്കാരം പോലെയുള്ള ഇതുണ്ടല്ലോ, പൂപ്പല് പിടിച്ചിട്ട് കുട്ടികൾക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള കാണുന്നുണ്ടോ, പാല് കുടിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ അസ്വസ്ഥതകൾ കൊച്ചു കുട്ടികൾക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വൈനാണ് നാവിലിട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് മാറും. പാല് കുടിക്കുന്ന പൊടി കുഞ്ഞുങ്ങൾക്ക് വരെ. കുറേ കൊടുക്കരുത്, വായിലിങ്ങനെ ഇട്ടിട്ട് 1-2 തുള്ളി ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് അതുങ്ങളുടെ നാവിൻ്റെ പൂപ്പൽ പോലെ വന്നത് നാവിൽ ഒരു വെളുത്ത് ഇതായിട്ട് വരും ചില കുട്ടികൾക്ക്. എല്ലാ കുട്ടികൾക്കും അല്ല, ചില കുട്ടികൾക്ക് വരുമ്പോൾ അത് പാല് കുടിക്കാൻ അതിന് നാവിന് ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് അച്ഛന്മാരുടെ, അത് നല്ല സീഡ്ലെസ് മുന്തിരിയില്ലേ, അതിൻ്റെ വൈനാണത്. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ റെഡ് മുന്തിരിയുടെ വൈൻ ഉണ്ടെങ്കിലും എടുത്ത് 1-2 തുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം മാറും. വയറിന് നല്ലതാണ്. കുടലിന് എന്തെങ്കിലും ദഹനക്കേടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മാറിപ്പോകും. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് കൊടുക്കാനല്ല, അസ്വസ്ഥത മാറി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മരുന്നായിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ. ആരും അതിനെ മോശമായിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഉണ്ടോ, ഞാൻ വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടോ, നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്കാവുന്ന ഒരു ചൂട് മതി. അതിൽ തിളച്ച വെള്ളം വേണ്ട, നമുക്ക് ഇങ്ങനെ ഈ കൈ കൊണ്ട് കോരിയെടുക്കാവുന്ന ചൂട് മതി. എപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം നല്ല തെളിഞ്ഞ നന്നായിട്ട് ഊറി അതിൻ്റെ വേസ്റ്റൊക്കെ പോയി നല്ലത് കിട്ടും. അറ്റപ്പറ്റ എടുക്കുമ്പോൾ അതിനകത്ത് ഊറൽ കിടക്കും. നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. കണ്ടോ, നന്നായിട്ട് ഉണങ്ങിക്കിട്ടിട്ടുണ്ട്. പക്ഷേ വെയിലിന് അധികം ചൂടില്ല, അതാണ് നല്ല ചൂട് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട കൊണ്ട് വെള്ളമൊഴിച്ച് കഴുകിയതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിവിടെ ഇത്രയും മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. കൂടിയാലൊരു 1.25 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. അത് കഴുകിയെടുക്കാം നമുക്ക്. ഇതെല്ലാം കളഞ്ഞെടുക്കണം. ഈ മുന്തിരിയുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, കമ്പൊക്കെ, ഇതൊക്കെ എടുത്ത് അതൊക്കെ കളഞ്ഞിട്ട് മുന്തിരി മാത്രം എടുത്താൽ മതി. നമുക്ക് ഗ്യാസൊക്കെ വരുമല്ലോ, ഗ്യാസ് വന്നിട്ട് ബുദ്ധിമുട്ടൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. വളരെ എക്കിളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ ഹസ്ബൻഡിനൊക്കെ അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഒരു കുപ്പിയെങ്കിലും ഞാനിങ്ങനെ കരുതി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ അതിന് ഒരു ആശ്വാസം കിട്ടുള്ളൂ. ഞാനതുകൊണ്ട് വൈൻ ഇങ്ങനെ ഇട്ട് വെക്കും. അല്ലെങ്കിൽ നമ്മൾ അരിഷ്ടം പെട്ടെന്ന് ഓടിപ്പോയി അരിഷ്ടം വാങ്ങിച്ചിട്ട് വേണം, ഈ ജീരകത്തിൻ്റെയൊക്കെ ഇതുപോലെയൊക്കെ ഇട്ട് വെക്കുന്നതാണ് അതുമൊക്കെ. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന അത് എളുപ്പത്തിൽ മുന്തിരി, ജീരകവും ചെയ്യാട്ടോ, ജീരകത്തിൻ്റെ നമുക്ക് ചെയ്യാവുന്നതാണ്, എളുപ്പം തന്നെയാണ്. മുന്തിരിയൊക്കെ നമുക്ക് ഇഷ്ടമാവുന്നൊരു വൈനും കൂടിയാണ്. അരിഷ്ടം തന്നെയാണിത്. ഒരു ദോഷമില്ലാത്ത സാധനമാണ്, എല്ലാവർക്കും കഴിക്കാം.
ഇതെല്ലാം മുഴുവൻ ഇങ്ങനെ അടച്ചെടുക്കുക. ഇത് നന്നായിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇത് നന്നായിട്ട് വെള്ളം പോകാനായിട്ട് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അത് കുറച്ച് ജലാംശം ഉണ്ടാവില്ല, അതങ്ങ് പോട്ടെ. എന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ ഇത് നിന്ന് കഴിഞ്ഞാൽ പൂപ്പൽ വരും. അപ്പം അതുകൊണ്ട് നമ്മൾ പച്ചവെള്ളം നന്നായിട്ട് കളയണം. ഇനി നമുക്കിതിലേക്ക് പച്ചവെള്ളത്തിൻ്റെ ഇതൊന്ന് പോവാനായിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച വെള്ളമാണിത്. നമുക്കിതുപോലെ ഒന്ന് ചൂട് ഇതാവാൻ വേണ്ടിയിട്ട് കൈ ഇടാവുന്ന അത്ര ചൂട് മതി. ഒന്ന് ഇതിലേക്ക് ഒന്നിട്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കാം. വാടരുത്, പെട്ടെന്ന് തന്നെ ഇത് ആക്കിയെടുക്കാം. ഒരിത്തിരി മഞ്ഞപ്പൊടി ഇടട്ടെ. നമുക്കിത് എന്നിട്ട് ഊറ്റിക്കളയാം. കുറച്ച് നേരം വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാൻ അധികം നേരം വെക്കുന്നില്ല. മഞ്ഞളിട്ടതുകൊണ്ട് നമുക്കതിന് നല്ല വെള്ളത്തിൽ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകാം. വീണ്ടും നമുക്ക് ഊറ്റാം. അല്ലെങ്കിൽ ഇതിൽ ഉപ്പ് കല്ലിട്ട് കുറച്ച് നേരം വെച്ചാലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കല്ലിട്ട് കുറച്ച് നേരം വെക്കുക. കൂടുതലൊക്കെ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക കേട്ടോ. ഉപ്പ് കല്ലിൽ കുറച്ച് നേരം ഒന്നിട്ട് വെച്ച ശേഷം അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് മുന്തിരി പഞ്ചസാരയും ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മുന്തിരി ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വീണ്ടും മുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ലെയറായിട്ട് എത്ര വേണേലും അവരവർക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടത് ഇടാം കേട്ടോ. വെള്ളം കൂട്ടേണ്ട ആളുകൾക്ക് വെള്ളം കൂട്ടാം, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. വെള്ളം വേണ്ട, തനി ഇതിൻ്റെ ജ്യൂസ് മാത്രം മതി എന്നുള്ള ആളുകൾക്ക് വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം വരും കേട്ടോ. വെള്ളം ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനാകുമ്പോഴത്തേക്കും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ചേർക്കണമെങ്കിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിൽ തന്നെ നല്ല വെള്ളം കിട്ടും. ഈ മുന്തിരിയും പഞ്ചസാരയും ഇതൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അപ്പം ഇത് നമുക്കിതിനെ അടച്ചു വെക്കാം. ഇതിലേക്ക് ഞാനിതിലേക്ക് ഒരൊറ്റ കറയാമ്പ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഒരൊറ്റ കറയാമ്പ് മാത്രം. ഇതിൽ ഗോതമ്പൊക്കെ ഇടും. ചില ആളുകൾ സൂചി ഗോതമ്പ് ഒക്കെ ഇടും. സൂചി ഗോതമ്പ് ഇട്ടാലുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ഗ്യാസ് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ തിളക്കണ പോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. സൂചി ഗോതമ്പ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഭയങ്കര ഗ്യാസായിരിക്കും. അപ്പം ആ ഗ്യാസ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഊറ്റിയെടുക്കുന്ന ടൈമില്ലേ, അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയിൽ വന്ന് അടിയുന്ന കീടനുണ്ടല്ലോ, അതും ആ ഇങ്ങനെ തിളക്കുന്നതിൻ്റെ വെള്ളം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് മേലോട്ട് വന്നുകൊണ്ടിരിക്കും. നമുക്കത് നല്ല നല്ല തെളിഞ്ഞതായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ താഴെ വന്ന് ഊറിയിരിക്കും. നല്ല ക്ലിയറായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള 1 2 കറിയാമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഏലക്ക അത്രയൊക്കെ മതി. കൂടുതൽ വേണ്ട. കൂടുതലിടുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് 4 5 ഒക്കെ ഇട്ട് കൊടുക്കാം. സൂചി ഗോതമ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് മാത്രം മതി. സൂചി ഗോതമ്പിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. സൂചി ഗോതമ്പ് ഇട്ടാൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. നമ്മൾ അടിയിൽ തീ കൊടുത്ത മാതിരി നന്നായിട്ട് തിളക്കൂടെ. ഞാൻ 2 ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇതുപോലെ കറയാമ്പ് ഇട്ടാൽ മതി. കുറച്ചല്ലെങ്കിൽ ഒരെണ്ണമൊക്കെ ഇട്ടാൽ മതി. കൂടുതലുണ്ടെങ്കിൽ ഒരു 4 5 ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ തുണി കൊണ്ട് മൂടി കയറാത്ത വിധത്തിൽ, പ്രാണികളോ ഈച്ചയോ ഒക്കെ മുട്ടയിടാത്ത വിധത്തിൽ നന്നായിട്ട് ടൈറ്റായി തുണി കൊണ്ട് കെട്ടി മൂടി അടച്ചു വെക്കാം. നമുക്കിത് അതിലേക്ക് നല്ല കോട്ടൺ തുണി എടുത്തിട്ട്, കോട്ടൺ തുണിയാണ് നല്ലത് കേട്ടോ. കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ വായുവശം അടച്ചു വെക്കുക. ഒരു റബ്ബർ ബാൻഡ് ഇടാം, അല്ലെങ്കിൽ ഒരു ചരടെടുത്ത് കെട്ടാം. നന്നായിട്ട് കയറാത്ത വിധത്തിൽ. കുഞ്ഞു കുഞ്ഞു പ്രാണികൾ കയറി മുട്ടയിടാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ അത് ഈർപ്പം അതിലേക്ക് കയറിയാൽ അത് പൂത്തു പോവും. അപ്പോൾ അതുകൊണ്ട് പൂക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഈ മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, പച്ചമരുന്നിൻ്റെയൊക്കെ, അങ്ങനെയുള്ള ഷോപ്പുകളിൽ ഈ മുന്തിരി വൈൻ കിട്ടുന്നതിനായി ആവശ്യമായിട്ടുള്ള കൂട്ട് കിട്ടും. അതിലൊത്തിരി സാധനങ്ങളുണ്ടാവും. നല്ല മണവും ഒക്കെ ഇത്. അത് കഴിഞ്ഞ പ്രാവശ്യം അതിട്ടാണ്. ഇപ്പോൾ അതൊക്കെ ഇട്ട് വെക്കണം എന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കണമെങ്കിൽ ഇത്രയും ദിവസം ഇതൊക്കെ കറക്റ്റായിട്ട് കാണിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ നേരത്തെ വേഗം ഇടുന്നതുകൊണ്ടാണ്. അതൊന്നും മേടിക്കാൻ ടൈം കിട്ടിയില്ല. പക്ഷെ അങ്ങനെയും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് വേറെ ഒന്നും അതിൻ്റെ അകത്ത് അളവുകൾ ചെയ്തിട്ടുണ്ട്. ഇത്ര മുന്തിരിക്ക് ഇത്ര വെള്ളം ചേർക്കേണ്ട, വെള്ളം പറയുന്നുണ്ട്. വെള്ളം കൂട്ടാത്തതാണെങ്കിൽ ഒറിജിനൽ, ഒട്ടും വെള്ളമില്ലാത്തത് നല്ലതാണ് കേട്ടോ. അപ്പം അതിൻ്റെ വൈൻ്റെ കൂട്ട് കിട്ടും നമുക്ക്. നല്ലൊരു മണമാണ് അതിന്.
ശരിക്കും ഒരു അരിഷ്ടത്തിൻ്റെ കൂട്ട് പോലെയൊക്കെ ഇരിക്കും. നല്ലൊരു മണവും നല്ല ക്ലിയർ ആയിരിക്കും. ഇതുപോലെ പൊടി പൗഡർ പോലെയൊന്നും വരില്ല. ഗോതമ്പ് ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അത് എന്നോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. പിന്നെ നമുക്ക് എന്താ അവൈലബിൾ എന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യുക കേട്ടോ. അപ്പം ഇതുപോലെ നന്നായിട്ട് അടച്ച് വെക്കുക. നന്നായിട്ട് അടച്ച് വെക്കുക. ഒന്നരാട നമുക്കിത് ഇളക്കി കൊടുക്കണം. അപ്പോഴാ മുന്തിരിയും പഞ്ചസാരയും കറയാമ്പും എൻ്റെ ആ ഒരു എരിച്ചിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഗ്യാസും ഒക്കെ ഇതിൽ തന്നെ ഇങ്ങനെ മിക്സായി നല്ല രൂപത്തിലായി കിട്ടുള്ളൂ നമുക്കപ്പോൾ അത് ഇത് ഇത്രയും സിമ്പിളായിട്ടുള്ള രീതിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിൽ നിന്ന് ഇത് കിട്ടും, ഈ മുന്തിരി വൈൻ കിട്ടുന്ന കൂട്ട് കിട്ടും. അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ചേർത്തിട്ട് ഒരു തരം പൂവൊക്കെ ഉണ്ട് അതിൽ. നല്ല മണമാണത്. അതിൻ്റെ ആ പൂവിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു മണമുണ്ട്. ആ മണമൊക്കെ കിട്ടും ആ വൈനിൽ. കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടതിൽ അങ്ങനെ കൂട്ടൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇട്ടത്. ഇതിപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇട്ടതാണ്. എളുപ്പം ചെയ്യേണ്ട ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഒന്നരാണ്ട് എടുത്ത് ഇങ്ങനെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്നത് നനവില്ലാത്ത പാത്രത്തിലായിരിക്കണം കേട്ടോ. വെള്ളം ഒട്ടും തട്ടാൻ പാടില്ല. ഒരു കിലോയ്ക്ക് 3/4 കിലോ പഞ്ചസാരയാണ് കേട്ടോ ഇടേണ്ടത്. എന്നിട്ട് 1 സ്പൂണ് ഇത് കടക്കി 3/4 കിലോ പഞ്ചസാര അങ്ങനെ വേണം. കറിയാമ്പ് 1-2 ഒക്കെ ഇടാം. കൂടുതലായ ഭയങ്കര അതിൻ്റെ ഗ്യാസ് കൂടുതലായിരിക്കും. നന്നായിട്ട് ഇതുപോലെ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം വൈൻ്റെ മണമായിട്ടുണ്ട്. ഇത് ഞാൻ ഒരു തുള്ളി വെള്ളം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പഞ്ചസാരയിൽ ഉണ്ടോ, പഞ്ചസാരയിൽ വിളയിച്ച പോലെയാണ് ഇരിക്കുന്നത്. നല്ല മണമുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ. അപ്പം അത്രയും ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്നരാടം ഉണക്ക കയ്യിലായിരിക്കണം കേട്ടോ. നനവ് ഒട്ടും പാടില്ല. നനവ് വന്നാൽ അപ്പം പൂത്ത് പോവും, പുളിച്ചു പോവും. അപ്പം നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഡെയിലി ഇളക്കാം, ഒന്നരാട വേണമെങ്കിൽ ഇളക്കിയാൽ മതി. നല്ല ഇളക്കി കൊടുക്കണം, അല്ലാണ്ട് അനങ്ങാന്നിരുന്നാലും നല്ലതല്ല. വീണ്ടും അതുപോലെ തന്നെ അടച്ച് ഏറ് കയറാതെ ഈർപ്പം ഇല്ലാത്തടുത്ത് ഇരുട്ട് കൂടുതൽ കിട്ടുന്നിടത്ത് വേണം വെക്കാൻ. അധികം വെട്ടം ഇല്ലാത്ത ഇരുട്ട് മുറികളുണ്ടല്ലോ അവിടെ വേണം വെക്കാനായിട്ട്. കണ്ടോ, നന്നായിട്ട് അടച്ച് ഇതിന് മീതെ ഏതെങ്കിലും ഒരു മൂടിയും കൂടി കൊണ്ട് മൂടിയിരിക്കുക. ഇതുപോലെ നമുക്കിതുപോലെ 21 ദിവസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ലൊരു വൈനായി കിട്ടും. 21 ദിവസം ഇതേപോലെ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൈൻ കിട്ടും. ഇതിൻ്റെ പിശറെല്ലാം നമ്മൾ നല്ലൊരു അരിപ്പയിൽ അരിച്ച് മാറ്റിയ ശേഷം ആ വെള്ളം വേറൊരു ഇതുപോലെ ഭരണി ഉണ്ടെങ്കിൽ ഭരണിയിൽ ഒഴിച്ചു വെക്കാം. ഏതെങ്കിലും ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു വെക്കാം.
അപ്പോൾ അതങ്ങനെ ഒഴിച്ച് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഊറി കീടനുള്ളതൊക്കെ താഴെ വരും. എന്നിട്ട് അതിൻ്റെ തെളി വേറൊരു കുപ്പിലോട്ട് ഒഴിച്ച് വെക്കുക. ഞാൻ അങ്ങനെ ഒഴിച്ച് വെച്ചതാണ്. ഇപ്പോഴും ഒരു തരി പോലും കീടനില്ലാതെ ഞാനൊരു ഇതിലിട്ടിട്ടുണ്ട്. വൈൻ കുപ്പി നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യുക കേട്ടോ. ഞാനത് കഴിഞ്ഞ വർഷം ഇട്ടത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ചെറിയ വീഡിയോ ഇട്ട്, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടും കേട്ടോ. ആദ്യം അരിച്ചു മാറ്റി വെച്ച ശേഷം അത് ഒന്ന് ഊറാനിരുന്ന ശേഷം ഒരു ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഊറിക്കിട്ടും. അതിനെ വീണ്ടും വേറൊരു കുപ്പിയിലോട്ട് മാറ്റി കഴിയുമ്പോൾ ആ തെളിയായിട്ടുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അല്ലാണ്ട് തുണിയിലൊന്നും അരിക്കണമെന്നില്ല, അല്ലാതെ തന്നെ അതിരുന്ന് ഊറിക്കിട്ടും. ഓക്കെ, പണ്ട് കാലത്തൊക്കെ തുണി വെച്ചിട്ടൊക്കെ അരിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അരിപ്പെല്ലാം അരിച്ച ശേഷം ഒന്നെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അടിയിൽ ഊറി വരും. എന്നിട്ട് മീതെ എന്നുള്ളത് നമുക്ക് ഒഴിച്ച് പകർന്നെടുക്കാം. ഈ തൊണ്ട് മാത്രമാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പം അത് നമ്മളിങ്ങനെ കലക്കി കൊടുത്ത് അതിൻ്റെ കളറെല്ലാം ഇളകി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കത് നല്ല കളർ കിട്ടും. ഇളക്കി കൂട്ടി എടുക്കുമ്പോൾ കളറില്ലാത്ത മുന്തിരി, റോസ് മുന്തിരിയൊക്കെ ആണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും, പക്ഷേ കളർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതിന് ഒരു കഷ്ണം ബീട്രൂട്ടിൻ്റെ ഒരു കാൽഭാഗമൊക്കെ കട്ട് ചെയ്തിടാം. ഇത്രയും 1 കിലോയ്ക്ക് അല്ല കേട്ടോ, ഒരു 5 കിലോ ഒക്കെ ഇടുവാണെങ്കിൽ ഒരു പകുതി ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കറുത്ത മുന്തിരിയാണെങ്കിൽ നല്ല കളർ കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ക്രിസ്മസിന് എല്ലാവരും ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു. കണ്ടോ ഗൈസ്, ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ട് വെച്ച വൈനാണ്. ഇപ്പോഴും ഒരു ഇതുമില്ല, നല്ല ക്ലിയറാണ്, കണ്ണാടി പോലെ ക്ലിയറാണ്. കണ്ടോ, ജലാംശം ഒട്ടും ആവാതെ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരും വൈൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഡേറ്റ് വരുമ്പോൾ നമുക്ക് നല്ല തെളിഞ്ഞ വൈൻ കിട്ടും. ഓക്കെ.